നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതെന്താണ്? ഡിജിറ്റൽ ബ്രെയിൻ സീരീസിന്റെ ഈ എപ്പിസോഡിൽ ഈ അടിസ്ഥാന ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം നൽകുന്നു. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമാണ്. ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് അല്ലെങ്കിൽ IPO സൈക്കിൾ. കമ്പ്യൂട്ടറുകളുടെ തരങ്ങൾ, സിഗ്നലുകളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം എല്ലാം ലളിതമായ രീതിയിൽ പങ്കിടുന്നു. നിങ്ങളൊരു വിദ്യാർത്ഥിയോ അധ്യാപകനോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ഒരാളുവാണെങ്കിൽ ഇത് നിങ്ങളുടെ സന്ദർശനമാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഡിജിറ്റൽ തലച്ചോറിനുള്ളിലെ ഒരു യാത്ര. നമസ്കാരം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ എന്ന ആശയത്തിലേക്ക്, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ കുറിപ്പുകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം. പക്ഷേ ഇതിൻ്റെ ഉത്തരം അത് ഇന്ന് നമ്മൾ കാണുന്ന ടെക്നോളജിയുടെ എല്ലാം ഒരു താക്കോളാണ്, അല്ലേ? അതെ അതെ ശരിയാണ്. അപ്പോൾ ഈ സ്രോതസ്സുകൾ അത് കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രവർത്തനം? ശരിയാണ്. ഈ കുറിപ്പുകൾ പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതെന്തു ചെയ്യും? കുറച്ച് വിവരങ്ങൾ, അതായത് ഡാറ്റ, അത് സ്വീകരിക്കും. അതാണ് ഇൻപുട്ട്. ഓക്കെ. പിന്നെ അതിലെന്തെങ്കിലും ചില പ്രവർത്തനങ്ങൾ നടത്തും. അതാണ് പ്രോസസ്സിംഗ്. എന്നിട്ട് ഒരു ഫലം തരും. അതാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. ചുരുക്കത്തിൽ IPO സൈക്കിൾ എന്ന് പറയാം. IPO, ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നു. അതെ, തോന്നാം. പക്ഷേ ഈ ഒരു ലളിതമായ ഘടനയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യാൻ കമ്പ്യൂട്ടറിനെ സഹായിക്കുന്നത്. നമ്മൾ എന്ത് നിർദ്ദേശം കൊടുത്താലും, എന്ത് ഡേറ്റ കൊടുത്താലും അതാണ് ഇൻപുട്ട്. അതിൽ എന്ത് പ്രവൃത്തി നടക്കുന്നുവോ അതാണ് പ്രോസസ്. അവസാനം കിട്ടുന്ന റിസൾട്ട് ഔട്ട്പുട്ടും. ശരിയാണ്. ഈ കുറിപ്പുകളിൽ പിന്നെ കമ്പ്യൂട്ടറുകളുടെ പലതരം തരംതിരിവുകളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. സിഗ്നലുകളുടെ സ്വഭാവം അനുസരിച്ചാണ് ആ വേർതിരിവ് എന്ന്. അതെ, കറക്റ്റ്. അത് ഉപയോഗിക്കുന്ന സിഗ്നലുകൾ അനുസരിച്ച്. പ്രധാനമായും 3 തരങ്ങളാണ് ഈ രേഖകളിൽ പറയുന്നത്. ഒന്ന് അനലോഗ് കമ്പ്യൂട്ടറുകൾ. ഇവ തുടർച്ചയായ സിഗ്നലുകൾ, അതായത് കണ്ടിന്യൂസ് സിഗ്നൽസ് ഉപയോഗിക്കുന്നവയാണ്. ഇപ്പോൾ പഴയ തെർമോമീറ്റർ അല്ലെങ്കിൽ വോൾട്ടേജ് മീറ്റർ പോലെ അളവുകൾ ഇങ്ങനെ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കും. ഓക്കേ. രണ്ടാമത്തത് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ. ഇതാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നതും ഉപയോഗിക്കുന്നതും. നമ്മുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ. അതെ. അതെല്ലാം ഡിസ്ക്രീറ്റ് വാല്യൂസ്, അതായത് കൃത്യമായ ചില മൂല്യങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. സാധാരണയായി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന രണ്ടവസ്ഥകൾ, 0 അല്ലെങ്കിൽ 1, ബൈനറി എന്ന് പറയും. 0ഉം 1ഉം. അതെ. പിന്നെ മൂന്നാമതൊരു തരം കൂടിയുണ്ട്, ഹൈബ്രിഡ്. അത് പേര് സൂചിപ്പിക്കും പോലെ രണ്ടും ചേർന്നത്. അതെ, അനലോഗിന്റെയും ഡിജിറ്റലിന്റെയും സ്വഭാവങ്ങൾ ചേർന്നത്. ചില പ്രത്യേക ആവശ്യങ്ങൾക്കേ ഇത് ഉപയോഗിക്കാറുള്ളൂ. മനസ്സിലായി. അപ്പോൾ ഈ അനലോഗ്, ഡിജിറ്റൽ, ഹൈബ്രിഡ്, ഇതില് ഈ കുറിപ്പുകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഡിജിറ്റലിനാണെന്ന് തോന്നുന്നു. തീർച്ചയായും. കാരണം അതുതന്നെയാണ്. ഇന്നത്തെ ലോകം മുഴുവൻ ഡിജിറ്റലാണ്. അനലോഗിന് അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ടെങ്കിലും ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ ഒരു കൃത്യതയുണ്ടല്ലോ. അതുപോലെ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനും കൈകാര്യം ചെയ്യാനും എന്തിനേയും ഈ 0ഉം 1ഉം വെച്ച് റെപ്രസെന്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ്. അതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളെ ഇത്രയും പോപ്പുലർ ആക്കിയത്. ഇന്നത്തെ കമ്പ്യൂട്ടിംഗ് യുഗത്തിന്റെ അടിത്തറ അതാണ്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് ഘടനയും അതെ, ഈ ഡിജിറ്റൽ രീതി, അതായത് 0ഉം 1ഉം മാത്രം ഉപയോഗിച്ചുള്ള പ്രവർത്തനവും, ഇവ രണ്ടും കൂടിച്ചേർന്നാണ് ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ ഒരു മാജിക് എന്ന് പറയാം, അല്ലേ? അതെ, അങ്ങനെ പറയാം. അടിസ്ഥാനം ആ IPO സൈക്കിൾ തന്നെ. പക്ഷെ അതിനെ ഡിജിറ്റൽ രൂപത്തിൽ, അതായത് ഈ ബൈനറി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും കമ്പ്യൂട്ടറുകളുടെ സാധ്യതകൾ തുറന്നത്. കാരണം അതോടെ ശബ്ദമായാലും ചിത്രമായാലും അക്ഷരങ്ങളായാലും എന്തിനേയും ഈ 0-1 രൂപത്തിലേക്ക് മാറ്റാനും അതിൽ പ്രോസസ്സ് ചെയ്യാനും അതേ രൂപത്തിൽ ഔട്ട്പുട്ട് തരാനും പറ്റി. ശരിയാണ്. ആ ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആണ് എല്ലാത്തിനും പിന്നിൽ. പിന്നീട് വന്ന എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും ഒരു പ്രചോദനമായി. വളരെ വ്യക്തമായി. അപ്പോ ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് എന്നൊരു ലളിതമായ ചട്ടക്കൂട്. അതിനെ പ്രവർത്തിപ്പിക്കാൻ 0ഉം 1ഉം ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സിഗ്നലുകൾ. ഇത് രണ്ടുമാണ് കമ്പ്യൂട്ടർ ലോകത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്ന് ഈ കുറിപ്പുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതെ. ഈ അടിസ്ഥാനം മനസ്സിലാക്കിയാൽ പിന്നീട് വരുന്ന സങ്കീർണമായ കാര്യങ്ങൾ എളുപ്പത്തിൽ പിടികിട്ടും. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകളും ഗെയിംസുമെല്ലാം അതിന്റെ എല്ലാം ബേസ് ഇതാണ്. ഇനിയിപ്പോ കേൾക്കുന്നവർക്ക് ആലോചിക്കാനൊരു കാര്യം.
ഈ പറഞ്ഞ ഇൻപുട്ട് പ്രോസസ് ഔട്ട്പുട്ട് ഘടനയും പിന്നെ ഈ 0ഉം 1ഉം മാത്രമുള്ള ഡിജിറ്റൽ സിഗ്നലും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ ഒരു സിനിമ പ്ലേ ചെയ്യുന്നത്? നല്ല ചോദ്യം. അല്ലെങ്കിൽ വലിയ കണക്കുകൾ കൂട്ടുന്നത്, ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്? അത്രയും ലളിതമായ ഈ ടൂൾസ് വെച്ച് എങ്ങനെയാണ് ഇത്ര കോംപ്ലക്സ് ആയ റിസൾട്ടുകൾ ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ പാഠത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചതെന്ന് നോക്കാം. ഒരു കമ്പ്യൂട്ടർ വെറും ഒരു കാഴ്ചയല്ല, അതൊരു ലോജിക്കൽ സിസ്റ്റമാണ്. നമ്മൾ എന്താണ് നൽകുന്നത്, അത് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ അറിയാം. അനലോഗ്, ഡിജിറ്റൽ, ഹൈബ്രിഡ് എന്നിങ്ങനെ നിരവധി തരം കമ്പ്യൂട്ടറുകളുണ്ട്. നിലവിലെ പ്രബലമായ രൂപം ഡിജിറ്റലാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയോ? ഞങ്ങളെ അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പങ്കിടുക. ഡിജിറ്റൽ ലോകത്തിന്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.